ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വചനം യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാണ്. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും, നിന്നെ രക്ഷിക്കാനും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ ഒരു വാക്യം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ വിളിയിലെ ഒരു ഉറപ്പാണ്. ദൈവത്തിൻ്റെ പ്രിയമക്കൾ നമ്മളായിരിക്കുമ്പോൾ നമുക്കുള്ള പോരാട്ടങ്ങളും അധികമായിരിക്കും. ഇവിടെ യിരെമ്യാവിനെ ദൈവം തൻ്റെ വേലയ്ക്കായിട്ട് വിളിക്കുമ്പോൾ യിരെമ്യാവിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ കുറേ കാര്യങ്ങൾ നീ ചെയ്യേണ്ടതായിട്ട് വരും, നീ ആരോടൊക്കെയാണ് പ്രവചിക്കേണ്ടത് എന്നെല്ലാം ദൈവം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ യിരെമ്യാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ബാലനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ബാലനെന്ന് നീ പറയരുത്, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് യിരെമ്യാവിനോട് ദൈവം അരുളി ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പ്രസ്താവിക്കണം. അവർ നിന്നെ ദ്വേഷിക്കുകയും നിന്നെ തള്ളിക്കളയുകയെല്ലാം ചെയ്യും. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള പട്ടണവും ഇരുമ്പ് തൂണും താമ്രമതിലുകളും ആക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും, നിന്നെ രക്ഷിക്കുവാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു ദൈവ പൈതൽ ദൈവം അവനെ മുൻകൂട്ടി നിയമിക്കുകയും വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ്റെ ജീവിതത്തിലുള്ള യുദ്ധങ്ങളും പോരാട്ടങ്ങളും വളരെ ആയിരിക്കും. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ തന്നെ അവന് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, മോശയുടെ കാലത്തുള്ള വിളി സൂക്ഷിച്ചു വെക്കാനായിട്ട് കഴിയില്ല. കാരണം അവിടെ നൈൽ നദിയിലിട്ട് കൊന്നുകളയണം. എന്നാൽ അതിന് നടുവിൽ ദൈവം അവനെ രക്ഷിച്ചു. യേശുവിനെ കുറിച്ചുള്ള വിളി 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയണം. ദൈവം പക്ഷേ യേശുവിനെ രക്ഷിച്ചു. നമ്മുടെ വിളിയും ഇങ്ങനെ തന്നെയാണ്. വലിയ പോരാട്ടങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. വലിയ എതിർപ്പുകളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. നമുക്ക് ശത്രുക്കൾ നിറയെ ഉണ്ടാകും, എതിരാളികൾ നിറയെ ഉണ്ടാകും. എന്നാൽ ശത്രു തിന്മയ്ക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം നന്മയ്ക്കാക്കി നമ്മുടെ ജീവിതത്തിൽ തീർക്കും. അനേക സ്ഥലങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് വന്നേക്കാം. അനേക ഇടത്ത് നമ്മൾ ഒറ്റപ്പെടുകയും തള്ളിക്കളയുകയും ചെയ്തു എന്ന് വന്നേക്കാം. ഇതിൻ്റെ ഒക്കെ കാരണം നിങ്ങൾ സത്യസന്ധനായിരുന്ന നിമിത്തവും നിങ്ങളിലുള്ള നീതി നിമിത്തവുമാണ് അവർ നിങ്ങളെ തള്ളിക്കളഞ്ഞത്, നിങ്ങളെ ഒറ്റപ്പെടുത്തിയത്. തിരുവെഴുത്തുകളെ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളിയാലുള്ള തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന വിശേഷപ്പെട്ട ആളുകൾക്കെല്ലാം ഇത് സംഭവിച്ചിട്ടുണ്ട്. യോസഫിനെ എടുത്ത് നോക്കുക. തൻ്റെ സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിലിട്ടു, മറ്റേ വിദ്യാന്യ കച്ചവടക്കാർക്ക് കൊടുത്തു, പോത്തിഫറിന്റെ വീട്ടിൽ ചെന്നു, ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. എന്തെല്ലാം കഷ്ടപ്പാടുകൾ, സത്യത്തിന് നീതിക്കും നിന്നതിൻ്റെ പേരിൽ മാത്രം അനുഭവിക്കേണ്ടി വന്നതായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും. എന്നാൽ അതിൻ്റെ എല്ലാം അവസാനം എന്ന് പറയുന്നത് വളരെ ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും ചിന്തിച്ച് കാണും, ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അനേക പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്കായി പോകുന്നത്. നിങ്ങൾ പലരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കായി പോകുന്നത്, എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ തള്ളിക്കളയുന്നത്, എൻ്റെ സത്യത്തിന് നീതിക്കും എന്തുകൊണ്ടാണ് ആരും വില കൽപ്പിക്കാത്തത്? ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ആളുകൾ ഒരു കാരണവുമില്ലാതെ നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ അതിൽ ആശ്ചര്യപ്പെടണ്ട. കാരണം ലോകം നിങ്ങളെ പകയ്ക്കുന്നതിന് മുമ്പേ അത് എന്നെ പകച്ചിരുന്നു. യേശു കർത്താവ് സത്യമുള്ളവൻ, നീതിയുള്ളവൻ, ന്യായമുള്ളവൻ, പാപം ചെയ്യാത്തവൻ, പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, ഒട്ടും ഇരുട്ടില്ലാത്തവൻ. അവനെ അവർ ദ്വേഷിച്ചു, അവനെ അവർ പകച്ചു എങ്കിൽ നമ്മളെ എത്രയധികം നമ്മളെയും പകയ്ക്കും. അതുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പാണ്,
നമ്മുടെ വിളിയുടെയും തിരഞ്ഞെടുപ്പിൻ്റെ ഉറപ്പാണ് ഇതെല്ലാം എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ ജനനത്തിന് ശേഷം നമ്മുടെ ഉള്ളിൽ ചിലത് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കണം, അതിനുള്ള എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടേതല്ലാത്ത പ്രശ്നങ്ങൾ കാരണം നമ്മൾ പോരാട്ടത്തിലാണ്. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ അധികം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നാം നിൽക്കുമ്പോഴാണ് നാം പോരാട്ടത്തിലകപ്പെടുന്നത്. മനുഷ്യർ കാണുന്നതിനേക്കാൾ കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രവചനങ്ങളും സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ എല്ലാം നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ മുൻകൂട്ടി തെരഞ്ഞെടുത്തിട്ടുണ്ട്, മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ഉയർത്തുന്നത് നമ്മളിലുള്ള അഭിഷേകമാണ്. അതാണ് നമ്മളെ നടത്തുന്നത്, അതാണ് നമ്മളെ വഴി നടത്തുന്നത്. നാം ഒറ്റപ്പെടുമ്പോഴും തള്ളപ്പെടുമ്പോഴും കരടിയും സിംഹവുമായിട്ട് ആക്രമണത്തിൽ ഏർപ്പെടുമ്പോഴും എല്ലാം നാം ഓർത്തുകൊള്ളുക, അതൊരു ട്രെയിനിങ് പീരീഡാണ്. നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ ഒരു ബ്ലെസ്സിങ്ങിലേക്ക്, ആ ഒരു അനുഗ്രഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവം നമുക്ക് നൽകുന്ന ട്രെയിനിങ്ങുകളാണ്. അതുകൊണ്ട് നാം ഈ ഒറ്റപ്പെടലും തള്ളപ്പെടലും നീതിയും സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, അത് നടക്കാതെ വരുമ്പോൾ, അതിനുവേണ്ടി നിന്നിട്ട് എൻ്റെ കൂടെ ആരും സഹായത്തിനില്ല എന്ന് നിരൂപിക്കുമ്പോൾ നാം വിഷമിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. നീതിക്കായുള്ള ഒരു വിശപ്പ് ദൈവമാണ് നിങ്ങളിൽ ഇട്ടിരിക്കുന്നത്, എന്നിൽ ഇട്ടിരിക്കുന്നത്. കർത്താവ് പറയാണ്, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഉറപ്പായിട്ടും നമുക്ക് തൃപ്തി വരും. നാം ചെയ്തത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുന്ന ചില നാളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒറ്റപ്പെടലുകളും ഈ അവഗണനകളും ഈ നിന്ദിക്കലുകളും നാം സീരിയസ് ആയി എടുക്കാൻ കാര്യമില്ല. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ഉറപ്പാണത്. ദൈവത്താൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണത്. അതുകൊണ്ട് നാം പരാജയപ്പെടേണ്ട കാര്യമില്ല. ആരൊക്കെ നമ്മളോട് യുദ്ധം ചെയ്താലും അവർ നമ്മളെ ജയിക്കാനായിട്ട് പോകുന്നില്ല. കാരണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ ഏക തെളിവ് അത് മാത്രമാണ്. കാരണം യുദ്ധം ഉണ്ടാകും, എന്നാൽ അത് നമ്മെ ജയിക്കില്ല. ഇന്ന് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. ഇന്ന് വചനം കേട്ട മക്കളൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ആവശ്യങ്ങൾ മേൽ കൂടെയിരിക്കണം. കർത്താവെ, അത് ദൈവനാമമഹത്വത്തിനാക്കി തീർക്കണം. എല്ലാം നന്മയ്ക്കാക്കി അങ്ങ് മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, പലവിധമായ പോരാട്ടങ്ങളിൽ പ്രശ്നങ്ങൾ അകപ്പെട്ടു പോകുമ്പോൾ കലങ്ങിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ തക്കമുള്ള ദൈവകൃപ ഓരോ മക്കളുടെ മേലും അങ്ങ് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ വചനങ്ങളെ കേൾക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണം. ദൈവനാമം മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ട് യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.